പള്ളി കോമ്പൗണ്ടിൽ കച്ചവടം നടത്തുന്നത് ശരിയോ? ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എനിക്കറിയാം, പലപ്പോഴും പരദൂഷണങ്ങൾക്കുമൊക്കെയാണ് ഇപ്പോൾ സ്കോപ്പ്. സഭയുടെ വിശ്വാസം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് അധികം കേൾവിക്കാർ ഉണ്ടാകില്ല. ആ കേൾവിക്കാർ മതി എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിടുന്നത്. ഉദ്ദേശം സഭയുടെ വിശ്വാസം പഠിപ്പിക്കുക എന്ന് മാത്രമാണ്. അതിനങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഇന്നത്തെ വിഷയം നമുക്കറിയാം. നമ്മുടെ പള്ളിയിൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ യുവജനപ്രസ്ഥാനക്കാർ ചെറിയ സ്റ്റോളൊക്കെ ഇടും. ഈ സ്റ്റോൾ ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുക്കും കുറച്ച് പേനയും കുറച്ച് മോതിരവും ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ലാഭം അവർക്ക് കിട്ടും. ഒരു 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ ലാഭമൊക്കെ അവർക്ക് കിട്ടും. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ച് പലയിടങ്ങളിലും പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ചത്. സഹോദരങ്ങളെ, ദേവാലയത്തിൽ ആദ്യമേ പറയാം, ആദ്യഫലം കൊണ്ടുവരുന്നത് ലേലം വിളിച്ചാൽ നമ്മൾ കൊടുക്കുന്നത്. അതൊരു കച്ചവടം തന്നെയാണ്, അതല്ലെന്ന് പറയാൻ പറ്റില്ല. ദേവാലയത്തിൽ ലേലം വിളിക്കുന്നത് കച്ചവടം തന്നെയാണ്. ആദ്യഫലം കൊണ്ടുവരുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദേവാലയത്തിൽ അവിടുത്തെ പ്രായമായവർ ഈ കച്ചവടത്തെ എതിർത്തിട്ട്, ഞാനിരുന്നൊരു ദേവാലയം തന്നെയാണ്, അവിടെ അവിടുത്തെ ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഇതിൻ്റെ ലേലം വിളി നടക്കുന്നത്. അപ്പോൾ നാട്ടുകാർക്കും പങ്കെടുക്കാം, പള്ളിക്കാർക്കും പങ്കെടുക്കാം. ഭയങ്കര കച്ചവടം നടക്കുകയും ചെയ്യും, നല്ല വിലയ്ക്ക് കച്ചവടം നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവിടെയാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്, എന്തായിരുന്നാലും പള്ളിയിൽ ലേലം വിളി നടക്കുന്നത് ഒരു കച്ചവടം തന്നെയാണ്. വിശ്വാസികൾ കൊണ്ടുവച്ച വസ്തു ലേലം വിളിച്ച് നൽകുന്നത്. ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ ഒക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് സാധനം കൊണ്ടുപോയി വെച്ച് കച്ചവടം നടത്തും. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ബോംബെ സ്റ്റൈൽ അങ്ങനെ കണ്ട് പറയുന്ന ലേലം വിളിയുണ്ട്. പൈസ ഇട്ടിട്ട് വിളിച്ച് ചെറിയൊരു ഫോട്ടോയ്ക്ക് 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ വില വരുന്ന രീതിയിലുള്ള കച്ചവടമുണ്ട്. അപ്പം അതും കച്ചവടം തന്നെയാണ്. അവിടെയാണ് കർത്താവ് ശമ്പരം പറഞ്ഞൊരു വാചകം, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറയുന്നൊരു വാക്യം നമ്മുടെ രക്ഷകർത്താക്കൾ മാതാപിതാക്കളൊക്കെ കൊണ്ടുവരുന്നത്. അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അവർ ചെയ്തുകൊണ്ടിരുന്നത്, വെളിയിൽ നിന്ന് പ്രാവിനെ കൊണ്ടുവന്നാൽ ആ പ്രാവിന് എന്തോ കുറ്റമുള്ളതെന്ന് പറയും. എന്നിട്ട് ആ പ്രാവിനെ മാറ്റിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പ്രാവിനെ മേടിക്കണം. അത് കരിഞ്ചന്ത വിലയ്ക്കാണ് കൊടുക്കുന്നത്. യെരുശലേം ദേവാലയത്തിൽ സമർപ്പിക്കേണ്ട പണത്തിന് വിപരീതമായി, അതായത് വിപരീതം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇന്ത്യൻ കറൻസിയോ വേറെ എന്തെങ്കിലും കറൻസിയോ കൊണ്ടുവന്നാൽ ആ പൈസ അവിടെ കൊടുത്തിട്ട് വലിയ വിലയ്ക്ക് യഹൂദന്മാരുടെ പൈസ വാങ്ങണം. അപ്പോൾ ഇത് ആണ് വിൽക്കുകയും നാണയം മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നവരുടെ. അത് വലിയ കരിഞ്ചന്ത പരിപാടിയാണ്. ആ കരിഞ്ചന്ത പരിപാടിയെ അന്ന് ദൈവം എതിർത്തിട്ട് പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നോ എന്ന് ചോദിച്ചത്. കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നോ, കച്ചവടക്കാരുടെ ഗുഹയാക്കി തീർക്കുന്നോ അല്ല, കള്ളന്മാരുടെ. എന്താണ് കള്ളത്തരം? അവർ ചെയ്യുന്ന വലിയ കള്ളത്തരമാണ്. വലിയ കള്ളത്തരം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക് അന്നത്തെ വിശ്വാസത്തിൻ്റെ ശരി അനുസരിച്ച് ബലിയർപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പരിപാടിയാക്കി മാറ്റുക. അതുകൊണ്ടാണ് അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു, തെഫ്റ്റ് ഓഫ് ഹൗസ് ഓഫ് തെഫ്റ്റ് എന്ന് പറഞ്ഞ് അതാക്കി തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ തീരും. എന്നാൽ നമ്മുടെ ദേവാലയങ്ങളിൽ ഈ സ്റ്റോളുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന 2-3 പ്രശ്നങ്ങളൂടെ എനിക്കിതിൻ്റെ ചേർത്ത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. പ്രശ്നം നമ്പർ 1, നമ്മുടെ പള്ളികളിൽ ഈ സ്റ്റോളിൻ്റെ പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനയിൽ പങ്കെടുക്കാതെ, വികാരിയച്ഛന്മാർ ധൈര്യമുള്ളവരാണെങ്കിൽ അവർ ചെന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് പള്ളി കയറ്റേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വികാരിയച്ഛന്മാരോട് ദേഷ്യവും വരും. ഇത് ഒരു സൈഡാണ്, ഒന്നാമത്തെ പ്രശ്നമാണ്. നിങ്ങളതിന് ടേൺ കൊടുക്കുക. അത് പള്ളി ഓഫീസാണെങ്കിൽ അങ്ങനെ തന്നെ. പള്ളി ഓഫീസ് ചെന്നിട്ട് ചുമ്മാ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമസ്കാരമോ കുർബാനയൊക്കെ നടക്കുമ്പം അവിടെ വലിയ സ്വറമാണ്. അപ്പോൾ അതും അടയ്ക്കേണ്ടത് തന്നെയാണ്, അത് സംശയമില്ല. അപ്പോൾ അത് ആരാധനയുടെ സമയത്ത് ഒന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ടേൺ ഇട്ടിട്ട് 1-2 പേർക്ക് ചുമതല കൊടുത്തിട്ട്
ബാക്കിയുള്ളൊരു ആരാധനയെ സംബന്ധിക്കുന്ന ഒരു ഭാവം ഉണ്ടാക്കിയെടുത്തിൽ ഇത് പ്രശ്നമാണ്, ഇത് പാപമാണ്. 2, ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി വലിയ വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫിനാൻഷ്യൽ ഇതിനകത്തൂടെ അമങ്ങിപ്പോവും, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാതെ കച്ചവടം നടത്തിയാലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു വലിയ വിഷയം രണ്ടാമതുണ്ട്. മൂന്നാമത്തേതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എന്താണ്? നമുക്കറിയാം, ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള സഭയുടെ കോമ്പൗണ്ടിനകത്ത് ഒരു സാധനം വിൽക്കുന്നു എങ്കിൽ അത് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളതായിരിക്കണം. ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. എവിടുന്നെങ്കിലും 4 കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കൊടുക്കുമ്പം അത് ഞങ്ങൾ പള്ളിയിൽ പോയി മേടിച്ചാൽ എന്ത്? ഇപ്പം നമുക്ക് പരുമല പള്ളിക്ക് MOCയുടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്, വേറെ ബുക്ക് സ്റ്റോളുണ്ട്. ഞാനിതിനകത്ത് ഒരു ബുക്ക് സ്റ്റോളിനെ എതിർക്കല്ല. MOCയുടെ ബുക്ക് സ്റ്റോളിൽ മലങ്കര സഭയുടെ മാത്രമേ വിൽക്കാവൂ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്നത് മാത്രമേ വിൽക്കാവൂ. എന്നാൽ വെളിയിൽ അവർ ബിസിനസ് നടത്തുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള അവിടെ കൊണ്ടുവെക്കാം, നിങ്ങൾക്ക് വേണേ മേടിച്ചാൽ മതി. വെളിയിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും, അകത്തെ MOCയുടെ കച്ചവടക്കാരുടെ ലക്ഷ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർത്തഡോക്സ് സാധനങ്ങൾ നൽകുക എന്നുള്ളതുമാണ്. ഇത് തമ്മിൽ വലിയ അർത്ഥവ്യത്യാസമുണ്ട്. ഇത് തന്നെ നമ്മുടെ യുവജന പ്രസ്ഥാനക്കാർക്ക് സംഭവിക്കും. എന്താണെന്നറിയാത്ത ഏതെങ്കിലും സാധനം എവിടെന്നെങ്കിലും, കാരണം ഇപ്പോൾ പലപ്പോഴും തുണി തയ്ക്കുന്നവരൊക്കെ ആ സഭയുടെ ദൈവശാസ്ത്രം തീരുമാനിക്കുന്നത്, സാധനം ഉണ്ടാക്കുന്നവരാ ദൈവശാസ്ത്രം തീരുമാനിക്കുന്നത്. മാതാവിൻ്റെ തിരുഹൃദയം ഉണ്ടോ, യേശു കുഞ്ഞിന് കൂടുണ്ടോ എന്നുള്ള ഒന്നൊരു വിഷയമല്ല. ക്രൂശിത രൂപമുള്ള കുരിശാണ്, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പള്ളി ചെന്നപ്പോൾ പള്ളിയിൽ മേടിക്കാൻ പല രീതിയിലുണ്ട്. പള്ളിക്കകത്ത്, ഞാൻ ഈ പറയുന്ന വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് ഒരു കച്ചവടം നടത്തുമ്പം ഓർത്തഡോക്സ് സഭയുടെ ദൈവശാസ്ത്ര പ്രകാരമുള്ളതാണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അത് 2 കാര്യങ്ങൾ യുവാക്കൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്ന കടയിൽ തന്നെ ഒരു ഓർത്തഡോക്സ് പാരമ്പര്യമുള്ള കടയിലാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് അവിടെ പള്ളിയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുന്നതാണോ, അവരെന്താണോ ഇതുകൊണ്ട് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക, ഇതാണോ എന്നും ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ വികാരി അച്ഛന്മാരോടും ചോദിക്കുക, അച്ഛാ ഇത് നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാണോ, ഞങ്ങളിത് വിൽക്കുന്നതിന് കുഴപ്പമുണ്ടോ. അറിവുള്ള വിവരമുള്ള വൈദികനാണെങ്കിൽ ഇത് ശരി ഇത് തെറ്റ് എന്ന് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ അതും അവിടെ നടക്കും. എങ്കിലും ഓർക്കുക, നമ്മുടെ ജോലി കച്ചവടമല്ല. ഏറ്റവും അടിവരയിട്ട് പറയട്ടെ, നമ്മുടെ ജോലി കച്ചവടമല്ല. ക്രൈസ്തവ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള പുസ്തകങ്ങളും രചനകളും ആരാധനാക്രമങ്ങളും ഒക്കെ ആളുകളുടെ ഇടയിൽ എത്തിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന വഴിയാണ് ഈ പുസ്തകശാല അല്ലെങ്കിൽ ഈ കച്ചവടം. അതിനെ അങ്ങനെ കാണാനിടയാകട്ടെ. പണമൊക്കെ ദൈവം തമ്പുരാൻ തന്നോളൂന്നേ, നമുക്ക് വേണ്ട പണമൊക്കെ ദൈവം തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളിതിനെക്കുറിച്ച് വലിയതായിട്ട് ബോധർ ചെയ്യാൻ പോകേണ്ട ആവശ്യം എന്താ? പണമൊക്കെ ദൈവം തമ്പുരാൻ തന്നോളും. കൃത്യമായ ഉത്തരവാദിത്തോടെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.